നമസ്കാരം. ആരാകും മുഖ്യമന്ത്രി? വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല, കെ സി വേണുഗോപാൽ. വി ഡി സതീശൻ ജനപിന്തുണയിൽ ബഹുദൂരം മുന്നിൽ, സീനിയോറിറ്റിയിൽ രമേശ് ചെന്നിത്തല. MLA-മാർ കെ സിക്കൊപ്പം. പ്രബലരായ 3 നേതാക്കളിൽ ഹൈക്കമാൻഡ് ആർക്കൊപ്പം? കോൺഗ്രസിലെ അധികാര തർക്കത്തിനൊടുവിൽ ആരാകും മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തുക? സമഗ്രമായി നോക്കാം. ടോപ്പ് 10-ൽ ആദ്യം ഇന്നത്തെ 10 പ്രധാന തലക്കെട്ടുകൾ. കോൺഗ്രസിലെ മുഖ്യമന്ത്രി സ്ഥാനത്തിൽ അന്തിമ തീരുമാനം ഹൈക്കമാൻഡിന്. AICC അധ്യക്ഷനെ ചുമതലപ്പെടുത്തി പ്രമേയം പാസാക്കി നിയമസഭാ കക്ഷി യോഗം. ഞായറാഴ്ചയോടെ മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് സൂചന. MLA-മാരുടെയും ഘടകകക്ഷി നേതാക്കളുടെയും അഭിപ്രായം തേടി നിരീക്ഷകർ മടങ്ങി. ഇന്നോ നാളെയോ റിപ്പോർട്ട് നൽകും. BDയെ പിന്തുണച്ച് സംസ്ഥാനത്ത് പലയിടത്തും പ്രകടനം. ചർച്ച തെരുവിലേക്ക് നീങ്ങുന്നതിൽ ഹൈക്കമാൻഡിന് അതൃപ്തി. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ കെ സിയും RC-യും BDയും. ഭൂരിഭാഗം MLA-മാരുടെ പിന്തുണയുണ്ടെന്ന അവകാശവാദവുമായി കെ സി വേണുഗോപാൽ. MLA-മാരുടെ എണ്ണമെന്ന സാങ്കേതിക മാനദണ്ഡം മാത്രം നോക്കരുതെന്ന് സതീശൻ. മുഖ്യമന്ത്രി സ്ഥാനത്തിൽ അഭിപ്രായം പറഞ്ഞ ലീഗിനെ വിമർശിച്ച് മാത്യു കുഴൽനാടൻ. ലക്ഷ്മണരേഖ കടക്കരുതെന്ന് മുന്നറിയിപ്പ്. കുഴൽനാടന്റെ കുഴലൂത്ത് ലീഗിനെതിരെ വേണ്ടെന്നും പട നയിച്ചവർ ഭരിക്കട്ടെ എന്നും ഇരിക്കൂറിൽ യൂത്ത് ലീഗിന്റെ പോസ്റ്റർ. തിരഞ്ഞെടുപ്പ് തോൽവിയിൽ ഒടുവിൽ മൗനം വെടിഞ്ഞ് പിണറായി. അപ്രതീക്ഷിതമെന്നും സൂക്ഷ്മമായി പരിശോധിക്കുമെന്നും പിണറായി വിജയന്റെ പ്രസ്താവന. ജനങ്ങളെ നേരിട്ട് കേൾക്കും, ഉത്തരവാദിത്തമുള്ള പ്രതിപക്ഷമായി പ്രവർത്തിക്കും. പ്രതിപക്ഷ നേതാവിനെ CPM തീരുമാനിക്കുമെന്നും പിണറായി വിജയൻ. BJP 3 ജയിച്ചത് ഗൗരവതരമെന്ന് LDF വിലയിരുത്തൽ. അസാധാരണ തോൽവിയിൽ അസാധാരണ വിലയിരുത്തൽ ഉണ്ടാകുമെന്ന് MA ബേബി. തമിഴ്നാട്ടിൽ വിജയ്ക്ക് വീണ്ടും പ്രതിസന്ധി. ഔദ്യോഗിക അറിയിപ്പുമായി ലോക് ഭവൻ. TVKയ്ക്ക് കേവല ഭൂരിപക്ഷമില്ലെന്ന് ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി വിജയ്. ഭൂരിപക്ഷമുണ്ടെന്ന അവകാശവാദം. CPM-ന്റെയും CPI-യുടെയും പിന്തുണയിൽ അന്തിമ തീരുമാനം നാളെ. സഖ്യം ധാർമ്മികതയ്ക്ക് നിരക്കാത്തതെന്ന് MK സ്റ്റാലിൻ. പശ്ചിമബംഗാളിൽ സർക്കാരിനെ പിരിച്ചുവിട്ട് ഗവർണർ. നടപടി മമത രാജിവെക്കാത്തതിനെ തുടർന്ന് BJP സർക്കാരിന്റെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. BJP സംസ്ഥാന അധ്യക്ഷൻ സുവേന്ദു അധികാരിയുടെ PA ചന്ദ്രനാഥ് രഥിനെ വെടിവെച്ചു കൊന്നതിൽ ബംഗാളിൽ പ്രതിഷേധം. കൊലപാതകം തൃണമൂലിന്റെ അറിവോടെയെന്ന് BJP. CBI അന്വേഷണം വേണമെന്ന് കുടുംബം അപലപിച്ച് TMC. പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകിയ ഓപ്പറേഷൻ സിന്ദൂറിന് ഓർമ്മ പുതുക്കി രാജ്യം. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഉറച്ചു നിൽക്കുമെന്ന് പ്രധാനമന്ത്രി. പോരാട്ടം തുടരുമെന്ന് മുന്നറിയിപ്പ് നൽകി സൈനിക മേധാവികൾ. പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല കരാർ റദ്ദാക്കിയത് ഉറച്ച തീരുമാനമെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഭീകരവാദം അവസാനിപ്പിച്ചാൽ പുനരാലോചിക്കാമെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ. ഇറാനുമായുള്ള അന്തിമ സമാധാന കരാർ ഉടനെന്ന് അമേരിക്ക. ചർച്ചകൾ പോസിറ്റീവെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ ആണവായുധങ്ങൾ ഉപേക്ഷിക്കണമെന്ന ആവശ്യം. വ്യവസ്ഥ അംഗീകരിച്ചാൽ ഇറാനുമായി മികച്ച വാണിജ്യ ബന്ധം സ്ഥാപിക്കാമെന്ന് അമേരിക്ക. ആണവ പദ്ധതിക്ക് പരിധി നിശ്ചയിക്കുക ഉൾപ്പെടെയുള്ള വ്യവസ്ഥകൾ മുന്നോട്ട് വെച്ച് ഇറാൻ. ലക്നൗ സൂപ്പർ ജയൻസിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്. IPL-ൽ ലക്നൗ സൂപ്പർ ജയൻസും റോയൽ ചലഞ്ചേഴ്സും തമ്മിലുള്ള മത്സരം മഴ മൂലം വൈകുന്നു. സംസ്ഥാനത്ത്
വേനൽ മഴ ശക്തമാകുന്നു. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയെന്ന് മുന്നറിയിപ്പ്. നാളെ 4 ജില്ലകളിൽ യെല്ലോ അലർട്ട്. തീരദേശത്തും മലയോര മേഖലയ്ക്കും ജാഗ്രതാ നിർദ്ദേശം. സ്റ്റോറി ഓഫ് ദി ഡേ. മഴയെത്തും മുമ്പേ ഒരു മനം കുളിർക്കും കാഴ്ച. തിരക്കിട്ട ചർച്ചകൾ പൂർത്തിയാക്കി AICC നിരീക്ഷകർ മടങ്ങി. റിപ്പോർട്ട് ഇന്ന് തന്നെ ഹൈക്കമാൻഡിന് നൽകാൻ നീക്കം. MLA-മാരുടെയും MP-മാരുടെയും അഭിപ്രായം തേടി. ഘടകകക്ഷികളിൽ ഭൂരിഭാഗവും VD സതീശൻ അനുകൂല നിലപാട് അറിയിച്ചു. സതീശൻ മുഖ്യമന്ത്രിയാകണമെന്നത് പൊതുവികാരമെന്ന് മുസ്ലിം ലീഗും സിറ്റിംഗ് MLA വേണമെന്ന് ജോസഫ് ഗ്രൂപ്പും ഉപതെരഞ്ഞെടുപ്പ് പാടില്ല എന്ന് RSPയും ചൂണ്ടിക്കാട്ടി. അതേസമയം MLA-മാരുടെ അഭിപ്രായത്തിനാണ് പ്രാധാന്യമെന്ന് നിരീക്ഷകരും വ്യക്തമാക്കുന്നു. ഒറ്റ ദിവസം കൊണ്ട് ഒറ്റ പേരിലോ ഒറ്റ തീരുമാനത്തിലോ എത്താനാകില്ലെങ്കിലും MLA-മാർ, MP-മാർ, ഘടകകക്ഷികൾ എന്നിവരുമായി തിരക്കിട്ട ചർച്ചകളാണ് കേന്ദ്ര നിരീക്ഷകരായ മുകുൾ വാസ്നിക്കും അജയ് മാക്കനും നടത്തിയത്. രാവിലെ KPCC ആസ്ഥാനത്ത് നിയമസഭാ കക്ഷി യോഗം ചേർന്ന മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ AICC അധ്യക്ഷനെ ചുമതലപ്പെടുത്തി പ്രമേയം പാസാക്കി. തുടർന്ന് MLA-മാരെയും MP-മാരെയും നിരീക്ഷകർ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കണ്ടു. എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് എല്ലാവരും സ്വീകാര്യമായ, എല്ലാവരും ഉൾക്കൊള്ളുന്ന, കാരണം ജനങ്ങൾ നൽകിയ വലിയ ഒരു വിജയമുണ്ട്. ആ വിജയത്തെ മാനിച്ച് അതിനനുസരിച്ചുള്ള ഉചിതമായ, എല്ലാവരെയും ചോദിച്ചതുപോലെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, എല്ലാവർക്കും അവരുടെ അഭിപ്രായങ്ങളെ സ്വീകരിക്കുന്ന ഒരു തീരുമാനം ഉണ്ടാകും. ഘടകകക്ഷികളുടെ അഭിപ്രായം തേടിയപ്പോൾ ഭൂരിപക്ഷം പേരും VD സതീശന് അനുകൂല നിലപാടാണ് അറിയിച്ചത്. VD സതീശൻ മുഖ്യമന്ത്രിയാകണമെന്നും പൊതുവികാരം സതീശനൊപ്പമാണെന്നും പേരെടുത്തു പറഞ്ഞു തന്നെ നിലപാടറിയിച്ചു. ജോസഫ് വിഭാഗമാകട്ടെ സിറ്റിംഗ് MLA വരണമെന്ന നിലപാടറിയിച്ചതിലൂടെ സതീശനെയും ചെന്നിത്തലയും പിന്തുണച്ചു. ഹൈക്കമാൻഡ് പറയുന്ന ആരെയും അംഗീകരിക്കുമെന്ന നിലപാട് RSP അറിയിച്ചെങ്കിലും ഉപതെരഞ്ഞെടുപ്പുണ്ടാകാൻ പാടില്ല എന്ന അഭിപ്രായമാണ് പ്രകടിപ്പിച്ചത്. CMP-യുമായുള്ള കൂടിക്കാഴ്ചയിലും ഹൈക്കമാൻഡിന്റെ തീരുമാനം അംഗീകരിക്കുന്ന നിലപാടാണ് CP ജോൺ വ്യക്തമാക്കിയത്. ഒറ്റ പേരിലല്ല, ഒറ്റ തീരുമാനത്തിലെത്തിക്കാനാണ് നിരീക്ഷകരായി തങ്ങൾ എത്തിയതെന്ന് നേതാക്കൾ അറിയിച്ചു. behalf of the Congress MLAs, then the leadership wanted us to discuss one-on-one with all the MLAs, which we have discussed. And in the evening, we are leaving for Delhi. We'll submit our report, and then we are hopeful that decision will be taken. അഭിപ്രായ സർവേ പൂർത്തിയാക്കി ഡൽഹിക്ക് മടങ്ങിയ നിരീക്ഷകർ ഇന്ന് രാത്രിയിലോ നാളെ രാവിലെയോ റിപ്പോർട്ട് ഹൈക്കമാൻഡിന് സമർപ്പിക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസിൽ തർക്കം തുടരുന്നതിനിടെ സംസ്ഥാനത്ത് ഇന്നും വിവിധയിടങ്ങളിൽ നേതാക്കൾക്കായി ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നു. VD സതീശനെയും KC വേണുഗോപാലിനെയും അനുകൂലിച്ചാണ് ഇന്ന് ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നത്. ഉച്ചകഴിഞ്ഞ് സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രകടനങ്ങൾ നടന്നു. എറണാകുളം നെട്ടൂരിൽ VD സതീശന് അനുകൂലമായി പ്രകടനം നടന്നു. പട നയിച്ചവർ നാട് ഭരിക്കട്ടെ എന്ന ഫ്ലക്സ് ബോർഡ് ഉയർത്തിയായിരുന്നു പ്രവർത്തകരുടെ പ്രകടനം. കൊച്ചി നഗരത്തിലും ഫ്ലക്സ് ഉയർന്നു. മനസ്സിൽ നന്മയുള്ളവർ നാട് ഭരിക്കട്ടെ എന്ന കുറിപ്പോട് കൂടിയായിരുന്നു ഫ്ലക്സ്. എറണാകുളം കച്ചേരിപ്പടിയിലാണ് ഫ്ലക്സ് സ്ഥാപിച്ചിരിക്കുന്നത്. പറവൂരിലും ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കൊല്ലം പന്മനയിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനം നടത്തി. VD സതീശനെ തന്നെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് കോഴിക്കോട് കുറ്റ്യാടിയിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനം നടത്തി. പട നയിച്ച നായകൻ നാടിനെ നയിക്കട്ടെ എന്ന മുദ്രാവാക്യവുമായി VDയെ സ്നേഹിക്കുന്ന മുക്കത്തെ കോൺഗ്രസുകാർ എന്ന പേരിൽ മുക്കം PC ജംഗ്ഷനിൽ ബോർഡ് സ്ഥാപിച്ചു. തൊടുപുഴയിലും VD സതീശന് വേണ്ടി പ്രകടനം നടന്നു. DCC ജനറൽ സെക്രട്ടറി VA താജുദ്ദീന്റെയും മണ്ഡലം പ്രസിഡന്റ് രാജേഷ് ബാബുവിന്റെയും നേതൃത്വത്തിലായിരുന്നു പ്രകടനം. KCക്കും VDക്കും വേണ്ടി പലയിടങ്ങളിലും ഫ്ലക്സ് ഉയർന്നു. തിരുവനന്തപുരത്ത് KC വേണുഗോപാലിനെ പിന്തുണച്ച KPCC ഓഫീസിന് മുന്നിലാണ് ഫ്ലക്സ്. വി വോണ്ട് KC എന്ന എഴുത്തോടെ കായംകുളം മുൻ മണ്ഡലം പ്രസിഡന്റ് A നൌഷാദ് ഖാനാണ് ഫ്ലക്സ് സ്ഥാപിച്ചത്. KC വേണുഗോപാലിനും സതീശനും വേണ്ടി തൃശൂർ നഗരത്തിലും ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നു. സതീശിന്റെ ചിത്രത്തിന് താഴെ ഔട്ട് CM എന്നാണ് വാചകങ്ങൾ. MG റോഡിലും തൃശൂർ ജില്ലാ ആശുപത്രിക്ക് സമീപവുമാണ് ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. കുന്നംകുളം, കൊടുങ്ങല്ലൂർ, കടവല്ലൂർ എന്നിവിടങ്ങളിലും VDക്ക് പിന്തുണ പ്രഖ്യാപിച്ച് പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു. കോട്ടയത്തും VD സതീശനായി വീണ്ടും ഫ്ലക്സ് ബോർഡ് ഉയർത്തി. കോട്ടയം പ്രസ് ക്ലബിന് മുൻപിലാണ് VD നിലപാടുകളുടെ രാജകുമാരൻ എന്നെഴുതിയ ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.
രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്കും വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കമന്റുകൾ നിറയുകയാണ്. പട നയിച്ചവൻ നാട് ഭരിക്കട്ടെ, വി.ഡി. സതീശനായി തെരുവിലിറങ്ങി കോൺഗ്രസ് പ്രവർത്തകർ. മുഖ്യമന്ത്രി ചർച്ചകൾക്കിടെ കണ്ണൂരിൽ തെരുവിലിറങ്ങി വി.ഡി. സതീശൻ അനുകൂലികൾ. KPCC അധ്യക്ഷന്റെ ശക്തി കേന്ദ്രമായ ഇരിട്ടിയിലാണ് വി.ഡി. അനുകൂലികൾ പരസ്യ പ്രകടനവുമായി എത്തിയത്. ഉമ്മൻചാണ്ടിയുടെ ചിത്രത്തിനൊപ്പം വി.ഡി. സതീശനും ചേർന്നുള്ള പ്ലക്കാർഡുകളും പ്രവർത്തകർ ഉയർത്തിക്കാട്ടിയായിരുന്നു. 10 വർഷത്തിനിപ്പുറം വമ്പൻ തിരിച്ചുവരവിലൂടെ അധികാരം നേടി ദിവസങ്ങൾ പിന്നിടുമ്പോഴും കോൺഗ്രസിലെ മുഖ്യമന്ത്രി ആരാകണമെന്ന നിർണായക ചർച്ചകളാണ് ഇന്ന് നടന്നത്. തലസ്ഥാനത്ത് നടന്ന നിർണായക ചർച്ചകളിൽ MLA-മാരുടെ പിന്തുണയിൽ കേന്ദ്ര നിരീക്ഷകർക്ക് മുന്നിൽ അവകാശവാദം ഉയർത്തുകയാണ് വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും. MLA-മാരുടെ പിന്തുണ താരതമ്യേന കുറവായതിനാൽ ഘടകകക്ഷികളുടെ പിന്തുണ പരമാവധി ഉറപ്പിക്കുകയാണ് വി.ഡി. സതീശൻ. AICC നിരീക്ഷകർ മടങ്ങിയ ശേഷം ഘടകകക്ഷി നേതാക്കൾ കന്റോൺമെന്റ് ഹൌസിലെത്തി സതീശനുമായി കൂടിക്കാഴ്ച നടത്തി. അതേസമയം K. സുധാകരൻ അടക്കമുള്ള മുതിർന്ന നേതാക്കളുടെ പിന്തുണ ഉറപ്പിക്കുകയാണ് KC. അതിനിടെ ചെന്നിത്തലയും MLA-മാരുടെയും മറ്റ് ഘടകകക്ഷി നേതാക്കളുടെയും പിന്തുണയിൽ അവകാശവാദം ഉയർത്തുകയാണ്. വിവരങ്ങളും വിശകലനങ്ങളുമായി അൻഫിലിറ്റ് ഡിസൂസ ചേരുന്നു. അൻഫിലിറ്റ്, അധികാരത്തിൽ തിരിച്ചെത്തിയ UDF-ൽ ആര് മുഖ്യമന്ത്രിയാകണമെന്ന ചർച്ചകൾ കോൺഗ്രസിൽ തുടരുമ്പോൾ നിരീക്ഷകർ MLA-മാരെയും MP-മാരെയും കണ്ടു കേട്ടു. ഘടകകക്ഷികളും നിലപാട് വ്യക്തമാക്കി. അവകാശവാദങ്ങളുമായി VD, ഒപ്പം തന്നെ രമേശ് ചെന്നിത്തല, KC പക്ഷങ്ങളുണ്ട്. അന്തിമ തീരുമാനം ഹൈക്കമാൻഡിൻ്റേതാണ്. അതിനായുള്ള കാത്തിരിപ്പിലാണ്. ഞായറാഴ്ച തന്നെ ആര് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകുമോ? അമ്പളി, തീർച്ചയായും സസ്പെൻസിലൂടെ തന്നെയാണ് സംസ്ഥാന രാഷ്ട്രീയം കടന്നു പോകുന്നത്. ആരാകും കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി? കോൺഗ്രസിൽ നിന്ന് ഈ 3 പേരിൽ ആരെയാകും മുഖ്യമന്ത്രിയാക്കുക അറിയാനുള്ള മണിക്കൂറുകളിലൂടെയാണ് ഹൈക്കമാൻഡും സംസ്ഥാന കോൺഗ്രസ് രാഷ്ട്രീയവും കടന്നു പോകുന്നത്. ഇന്ന് അതിവേഗത്തിൽ തന്നെ ഒരു യുദ്ധകാല അടിസ്ഥാനത്തിൽ എന്ന രീതിയിലാണ് MLA-മാരുടെയും MP-മാരുടെയും മുതിർന്ന നേതാക്കളുടെയും അതോടൊപ്പം തന്നെ ഘടകകക്ഷികളുടെയൊക്കെ അഭിപ്രായം കേന്ദ്ര നിരീക്ഷകർ വന്ന് തേടുന്നു. അതിനുശേഷം അഭിപ്രായ സർവേക്ക് എടുത്തതിനു ശേഷം അവർ രാത്രിയോടുകൂടി തന്നെ ഡൽഹിയിലേക്ക് മടങ്ങിപ്പോകുന്നു. കാരണം എത്രയും വേഗം ചർച്ചകളൊക്കെ പൂർത്തിയാക്കി ഒരു ഒറ്റ പേരിലേക്ക് ഒതുങ്ങുക, അതാണ് ഹൈക്കമാൻഡിന് മുന്നിലെ ഒരു വെല്ലുവിളി. ഉറപ്പായും ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെ രാവിലെയോ ഈ റിപ്പോർട്ട് നിരീക്ഷകർ കേന്ദ്ര ഹൈക്കമാൻഡിനെ അറിയിക്കുന്നു. അതിനുശേഷം ഹൈക്കമാൻഡ് കൂടുതൽ പേർ ആരെയാണ് പിന്തുണയ്ക്കുന്നത് എന്നത് ആ റിപ്പോർട്ടിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. ആ റിപ്പോർട്ടിൽ കൃത്യമായ ഒരു ഫിഗർ, ഒരു നമ്പർ തന്നെ ഉണ്ടാകും. ഈ MLA-മാരുടെ ഏറ്റവും കൂടുതൽ പിന്തുണ, ഏറ്റവും കൂടുതൽ MLA-മാർ അറിയിച്ചിരിക്കുന്നത് KC അനുകൂലിച്ച് നിലപാടെടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം കൂടുതൽ MLA-മാരുടെ പിന്തുണ KC-ക്കാണ്. അതേസമയം മറ്റു 2 പേരും, അതായത് ഈ 3 പേരും തന്നെ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത് ഏറ്റവും കൂടുതൽ പിന്തുണ MLA-മാരുടെ പിന്തുണ തങ്ങൾക്കുണ്ടെന്ന് 3 പേരും അവകാശപ്പെടുന്നു. ഏറെക്കുറെ 40ഓളം പേരുടെ പിന്തുണ KC-യും ഒരു 40-ന് താഴെ 35-ലധികമോ പിന്തുണ തനിക്കുണ്ടെന്ന് VD സതീശനും അത്രത്തോളം തന്നെ പിന്തുണ, ഒരു 30ഓളം പേരുടെ പിന്തുണ തനിക്കുണ്ടെന്ന് രമേശ് ചെന്നിത്തലയും അവകാശവാദങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ വാദങ്ങൾക്കപ്പുറത്തേക്ക് ഇപ്പോൾ കേന്ദ്ര നിരീക്ഷകർ പറയുന്നത് മറ്റ് ഘടകകക്ഷികളുമായും മറ്റ് നേതാക്കളുമായൊക്കെ അഭിപ്രായം തേടിയിട്ടുണ്ടെങ്കിലും MLA-മാരുടെ പിന്തുണ ആർക്കാണ് അതിന് തന്നെയാണ് പ്രാധാന്യം. കാരണം കോൺഗ്രസിന്റെ കീഴ്വഴക്കം അത് തന്നെയാണ്. നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുന്നത് നിയമസഭയിലെ കക്ഷികൾ അവരുടെ അഭിപ്രായം പരിഗണിച്ച് തന്നെയാകും. അതേസമയം ഘടകകക്ഷികളുടെ അഭിപ്രായം തേടിയപ്പോൾ ഘടകകക്ഷികൾ കൂടുതലും VD സതീശന് അനുകൂലമായ ഒരു നിലപാടാണ്. അത് മുസ്ലിം ലീഗ് പേരെടുത്ത് സതീശന്റെ പേര് പറഞ്ഞു എങ്കിൽ പോലും അങ്ങനെ ഒരു അനുകൂല നിലപാടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ MLA-മാരുടെ പിന്തുണ അത്ര കണ്ട് കിട്ടിയില്ലെങ്കിലും ഘടകകക്ഷികളുടെയൊക്കെ ഒരു പിന്തുണയുണ്ട്. ഒപ്പം മുതിർന്ന നേതാക്കൾ K. സുധാകരൻ മാത്രമാണ് KC അനുകൂലിച്ചത്. ഫ്ലക്സ് ഒക്കെ വരിച്ചിരിക്കുന്നു. അതോടൊപ്പം ഹൈക്കമാൻഡിന് കത്തയച്ചു. അങ്ങനെ ഒരു നിലപാട് K. സുധാകരൻ എടുത്തെങ്കിലും മറ്റു മുതിർന്ന നേതാക്കൾക്ക് KC-യോട് അത്ര കണ്ട ഒരു പിന്തുണ ഈ അവസരത്തിൽ അവർ നൽകുന്നില്ല. ഇപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നാലുണ്ടാകുന്ന അതൊരു തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലാണ് മുതിർന്ന നേതാക്കളും ഘടകകക്ഷി നേതാക്കളും ഒക്കെ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ആ പിന്തുണ VD സതീശനിലേക്കാണ് വരുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു കീഴ്വഴക്കം അനുസരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ MLA-മാരുടെ പിന്തുണ അനുസരിച്ച് KC-യിലേക്ക് കാര്യങ്ങൾ വരുന്നു. പക്ഷേ ഇതിനൊക്കെ തന്നെയും അപ്പുറത്തേക്ക് തെരുവിലേക്ക് ഇറങ്ങുന്ന രീതിയിൽ VD സതീശന് വേണ്ടി പ്രകടനം പല ഭാഗങ്ങളിലും ഇന്നിപ്പോൾ നമ്മൾ കൊച്ചിയിലും കണ്ണൂരിലുമൊക്കെ കണ്ടു. അതിനപ്പുറത്തേക്ക് മറ്റു ജില്ലകളിലൊക്കെ ഇപ്പോൾ നാളെ മുതലൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ പൊതുവികാരം VD സതീശന് അനുകൂലമാണ്. മറ്റു രീതിയിൽ ഏതെങ്കിലും രീതിയിൽ ചെന്നിത്തലയിലേക്കോ അല്ലെങ്കിൽ KC-യിലേക്കോ, അതായത് VD-യെ മാറ്റി നിർത്തുന്ന ഒരു നിലപാടിലാണ് ഹൈക്കമാൻഡ് സ്വീകരിക്കുന്നതെങ്കിൽ ഉറപ്പായും അതൊരു കലഹത്തിലേക്കും തെരുവിലേക്ക് ഇറങ്ങുന്ന രീതി, അണികളൊക്കെ തന്നെ തെരുവിലിറങ്ങി കലാപം ഉണ്ടാക്കുന്ന ഒരു രീതിയിലേക്ക് വരുമോ, അതാണ് ഹൈക്കമാൻഡിനെ ഭയപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഒരു പക്ഷേ VD സതീശനിലേക്ക് തന്നെയാകും
കാര്യങ്ങൾ എത്തിച്ചേരുക. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ ഒരു നിലപാട് ഏറ്റവും ഒടുവിൽ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകാനുള്ള ആ ഒരൊറ്റ പേരിലേക്കാകും കാര്യങ്ങൾ നീങ്ങുക എന്നാണ് ഇപ്പോൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. ശരി, അവസാനം മുഖ്യമന്ത്രി കസേരയിലേക്ക് ആരെത്തുമെന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യം. അൺഫിലിറ്റ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ സ്ഥാനത്തേക്ക് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ കെ.സി. വേണുഗോപാലും രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശനും ഒക്കെയുണ്ട്. 40-ലധികം പേരുടെ പിന്തുണ എന്നാണ് കെ.സി. പക്ഷത്തിന്റെ കണക്ക്. 63 MLA-മാരാണ്. 30 മുതൽ 35 വരെ MLA-മാരുടെ പിന്തുണ തങ്ങൾക്കാണെന്ന് വി.ഡി. പക്ഷം പറയുന്നുണ്ട്. 23 പേരുടെ പിന്തുണ എന്നാണ് ചെന്നിത്തല പക്ഷത്തിന്റെ അവകാശവാദം. കൂടുതൽ MLA-മാരുടെ പിന്തുണ ഏറ്റവും പ്രധാന ഘടകം തന്നെയാണ്. ഒപ്പം പൊതു സ്വീകാര്യത, ഭരണപരിചയം, ഘടകകക്ഷികളുടെ പിന്തുണ, മുന്നണി സംവിധാനത്തെ കാര്യക്ഷമതയോടെയും കെട്ടുറപ്പോടെയും ഒക്കെ നയിക്കാനുള്ള പ്രാഗൽഭ്യം, ഹൈക്കമാൻഡിലുള്ള വിശ്വാസ്യത എന്നിവയൊക്കെ അന്തിമ തീരുമാനത്തെ സ്വാധീനിച്ചേക്കാം. അൻഫിൽ ഡിസൂസയാണ് വിശദാംശങ്ങളും വിശകലനങ്ങളും നൽകിയത്. മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ കോൺഗ്രസിൽ അഭിപ്രായ ഭിന്നതയില്ലെന്ന് മാത്യു കുഴൽനാടൻ. ഏറ്റവും നീതിയുക്തവും ജനാധിപത്യവുമായ തീരുമാനമുണ്ടാകും. മുസ്ലിം ലീഗിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ കോൺഗ്രസ് ഇടപെടാറില്ല. ആരും ലക്ഷ്മണരേഖ കടക്കരുതെന്നും പരസ്പര ധാരണയോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നതെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു. മുസ്ലിം ലീഗിനെ ഈ തെരുവിൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെതിരെ രാഷ്ട്രീയ ആക്രമണം ഉണ്ടായിട്ടുണ്ടോ, അപ്പോഴൊക്കെ മുസ്ലിം ലീഗിനും മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർക്കും പ്രതിരോധം തീർത്ത പാർട്ടിയാണ് കോൺഗ്രസ്. രണ്ടുപേരും സഹോദരങ്ങളെ പോലെ അത്ര ഐക്യത്തിലും ഇഴയടുപ്പത്തിലും പോകുന്ന പാർട്ടിയാണ്. അവരെന്തെങ്കിലും ഞാൻ ചോദിക്കട്ടെ, മുസ്ലിം ലീഗിന്റെ നിയമസഭാ കക്ഷി നേതാവ് ഇന്ന ആളാകണമെന്ന് കോൺഗ്രസ് പറയുമോ? കേരള കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവ് ഇന്ന ആളാകണമെന്നാണ് ഞങ്ങളുടെ താല്പര്യം എന്ന് കോൺഗ്രസ് ആരോടും പറയൂ? അല്ലെങ്കിൽ RSPയുടെ നേതാവ് ഇന്ന ആളാകണം, RSPയുടെ മന്ത്രി ഇന്ന ആളാകണം, കേരള കോൺഗ്രസിന് മന്ത്രി ഇന്ന ആളാവുന്നതാണ് നല്ലത്, മുസ്ലിം ലീഗിന് അങ്ങനെ ആരും പറയുമോ? അങ്ങനെ പറഞ്ഞിട്ട് ഡോണ്ട് മേക്ക് കൺഫ്യൂഷൻസ്. അത് ഞാൻ പറയുന്ന ഞാൻ ആശയവിനിമയങ്ങൾ ഒരു UDF ഒരു മുന്നണി സംവിധാനത്തിൽ നടത്തുന്നതിന് നിങ്ങളതിനെ തെറ്റായി വ്യാഖ്യാനിക്കരുത്, തെറ്റായൊരു ചിത്രം കൊടുക്കരുത്. ഞാൻ പറഞ്ഞില്ലേ, ഈ വിജയം എന്ന് പറയുന്നത് ആരും മറക്കരുത്. ഇത് പാർട്ടിയുടെ വിജയമാണ്, ഇത് മുന്നണിയുടെ വിജയമാണ്. മാത്യു കുഴൽനാടനെതിരെ യൂത്ത് ലീഗ്. കണ്ണൂർ ഇരിക്കൂറിൽ യൂത്ത് ലീഗ് ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചു. കുഴൽനാട, നിന്റെ കുഴലൂത്ത് ലീഗിനെതിരെ വേണ്ടെന്ന് ഫ്ലെക്സിൽ പറയുന്നു. പട നയിച്ചവർ ഭരിക്കട്ടെ എന്നും ബോർഡിൽ വ്യക്തമാക്കുന്നു. മൂവാറ്റുപുഴയിൽ മാത്യു കുഴൽനാടന്റെ ഫ്ലെക്സ് കത്തിച്ച് മുസ്ലിം ലീഗ് പ്രവർത്തകർ. മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിലെ ആയവന ഗ്രാമപഞ്ചായത്തിൽ 1-ാം വാർഡായ പുന്നമറ്റത്താണ് ലീഗ് പ്രവർത്തകരുടെ പ്രതിഷേധം. പുന്നമറ്റം മുസ്ലിം ലീഗ് ശാഖാ കമ്മിറ്റി UDFന് അഭിവാദ്യങ്ങൾ അർപ്പിച്ച് ഫ്ലെക്സ് സ്ഥാപിച്ചിരുന്നു. ഈ ഫ്ലെക്സിൽ നിന്ന് മാത്യു കുഴൽനാടന്റെ ചിത്രം വെട്ടിമാറ്റുകയും കത്തിച്ചു കളയുകയും ചെയ്തു. കേരള കോൺഗ്രസ് 2 മന്ത്രിസ്ഥാനം ആവശ്യപ്പെടുമെന്ന് PJ ജോസഫ്. നേതാക്കളുടെ സാന്നിധ്യം ആവശ്യമുള്ളതുകൊണ്ട് തിരുവനന്തപുരത്തേക്ക് പോകുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെ പിന്തുണയ്ക്കുമെന്നുള്ള അഭിപ്രായം ചോദിച്ചാൽ പറയും. ഇപ്പോൾ അത് പറയാൻ കഴിയുകയില്ലെന്നും PJ ജോസഫ് തൊടുപുഴയിൽ പറഞ്ഞു. ലീഗ് നേതാവ് P.K. കുഞ്ഞാലിക്കുട്ടിക്ക് തിരുവനന്തപുരത്ത് ആവേശകരമായ സ്വീകരണം ഒരുക്കി പ്രവർത്തകർ. വന്ദേ ഭാരത് ട്രെയിനിൽ ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കെത്തിയ അദ്ദേഹത്തെ സ്വീകരിക്കാൻ 100 കണക്കിന് പ്രവർത്തകരാണ് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിന് ജയിച്ചതിനു ശേഷം തിരുവനന്തപുരത്തേക്കുള്ള കുഞ്ഞാലിക്കുട്ടിയുടെ ആദ്യത്തെ വരവ് പ്രവർത്തകർ ആഘോഷമാക്കുകയായിരുന്നു. കാസർഗോഡ് തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി സന്ദീപ് വാര്യരുടെ ഉജ്ജ്വല വിജയം. CPM ഉരുക്കുകോട്ടകളിലെ വൻ വോട്ട് ചോർച്ചയിലൂടെ തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ 6200-ൽ പരം CPM വോട്ടുകൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ സന്ദീപിന് ലഭിച്ചു എന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. കയ്യൂർ ചീമേനിയിൽ മാത്രം LDF ലീഡിൽ കഴിഞ്ഞ തവണത്തേക്കാൾ 2000 വോട്ടിന്റെ കുറവുണ്ടായി. ചെങ്കോട്ടയായ തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ സന്ദീപ് വാര്യരുടെ ചരിത്ര വിജയത്തിന് അടിത്തറയായത് മണ്ഡലത്തിലെ CPM ശക്തി കേന്ദ്രങ്ങളായ കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്ത്, നീലേശ്വര നഗരസഭ, ചെറുവത്തൂർ പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് എന്നിവിടങ്ങളിലുണ്ടായ വോട്ട് ചോർച്ചയെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. നീലേശ്വര നഗരസഭയിൽ 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന് 1800 വോട്ടുകളുടെ ലീഡുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ ഈ വോട്ടുകൾ CPM-ൽ നിന്ന് UDF-ലേക്ക് മറിയുകയും കൂടാതെ UDF സ്ഥാനാർത്ഥി സന്ദീപ് വാര്യർക്ക് നീലേശ്വര നഗരസഭയിൽ 179 വോട്ടുകളുടെ ലീഡ് ലഭിക്കുകയും ചെയ്തു. ചുവന്ന മണ്ണായ കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്തിൽ CPM-ന് 2021-ൽ 8000-ൽ പരം വോട്ടുകളുടെ ലീഡുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ
LDF സ്ഥാനാർത്ഥിയായ ഡോക്ടർ VPP മുസ്തഫക്ക് ലഭിച്ചത് 6219 വോട്ടിന്റെ ലീഡ്. ചെങ്കോട്ടയായ കയ്യൂരിൽ സന്ദീപ് വാര്യർക്ക് 2000-ഓളം അടിയുറച്ച CPM വോട്ടുകൾ ലഭിച്ചുവെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. CPM-ന് സമ്പൂർണ്ണ ആധിപത്യമുള്ള പിലിക്കോട് ഗ്രാമപഞ്ചായത്തിലും വോട്ടുകൾ സന്ദീപിന് ലഭിച്ചു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പിലിക്കോട് ഗ്രാമപഞ്ചായത്തിൽ CPM-ന് 9000-ൽ പരം വോട്ടുകൾ അധികമായി കിട്ടിയിരുന്നു. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM വോട്ട് ലീഡ് 7656 കുറഞ്ഞു. CPM-ന്റെ ഉറച്ച 1800 വോട്ടുകൾ പിലിക്കോട് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചുവെന്നാണ് UDF നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. CPM ശക്തി കേന്ദ്രമായി നിലകൊള്ളുന്ന ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPM-ന് UDF-നേക്കാൾ 1300 വോട്ടുകൾ അധികമായി ലഭിച്ചിരുന്നു. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഫലം പരിശോധിക്കുമ്പോൾ CPM-ന് ചെറുവത്തൂരിൽ 400 വോട്ടുകളുടെ കുറവുണ്ടായി. കനത്ത പോരാട്ടത്തിനിടയിൽ ഇതും സന്ദീപിന് അനുകൂലമായി മാറി. അതേസമയം UDF ശക്തി കേന്ദ്രങ്ങളായ ഈസ്റ്റ് എളേരി, വെസ്റ്റ് എളേരി, തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തുകളിൽ UDF വോട്ടുകൾ നേതൃത്വം പ്രതീക്ഷിച്ച നിലയിൽ ലഭിക്കുകയും ചെയ്തു. അമൃത ന്യൂസ്, കാസർഗോഡ്. തെറ്റ് തിരുത്തുമോ പാർട്ടി നേതൃത്വം? പരാജയം വിലയിരുത്താൻ CPM. തെരഞ്ഞെടുപ്പിലെ പരാജയം അതിസൂക്ഷ്മമായി വിശകലനം ചെയ്യുമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. ജനങ്ങളുടെ വിശ്വാസത്തിനും അഭിപ്രായത്തിനും അനുസരിച്ച് LDF തിരുത്തും. ഭരണവിരുദ്ധ വികാരം ഉണ്ടായെന്ന് തോന്നുന്നില്ല. പ്രതിപക്ഷ നേതാവിനെ കുറിച്ചുള്ള ചർച്ചകൾ നടന്നില്ലെന്നും ശൈലി തിരിച്ചടിയായോ എന്ന് പരിശോധിക്കുമെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. എന്താണ് തിരിച്ചടിക്ക് കാരണം? തോൽവിക്ക് കാരണമല്ല. ഒരിക്കലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ തോൽക്കേണ്ടതല്ല. എന്നാൽ തോറ്റു. ആ ജനവിധി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അംഗീകരിക്കും. ന്യൂനപക്ഷ ഏകീകരണം ഉണ്ടായി എന്ന അഭിപ്രായം LDF-നില്ല. LDF-ലെ പാർട്ടികൾ എല്ലാ ഘടകങ്ങളിലും ചർച്ച നടത്തും. ജൂൺ അവസാനത്തോടെ എല്ലാം പഠിച്ച് വ്യക്തത വരുത്തും. പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ച് ചർച്ചകൾ നടന്നിട്ടില്ല എന്ന് TP രാമകൃഷ്ണൻ. അല്ല, ഇപ്പൊ ഞങ്ങൾ ആലോചിച്ചിട്ടില്ല. അത് ഇത്രയും മുൻകൂട്ടി തീരുമാനിച്ചു വെക്കുന്ന കാര്യമില്ലല്ലോ. അവര് മുഖ്യമന്ത്രി തീരുമാനിക്കട്ടെ, അതിനുശേഷം മന്ത്രിമാരൊക്കെ അവർ അനൗൺസ് ചെയ്യട്ടെ. അക്കൂട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് ആരാണ് എന്നുള്ളത് തീരുമാനിക്കുക. അത് CPM ആണോ തീരുമാനിക്കുക? നേതൃത്വത്തിനെതിരായ വിമർശനവും പോസ്റ്റർ പ്രദർശനവും അപ്പാടെ തള്ളി LDF കൺവീനർ. ശൈലിയാണോ തിരിച്ചടിയായതെന്നടക്കം പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. താഴെത്തട്ടിൽ നിന്ന് തിരുത്തണമെന്നതാണ് മുന്നണി യോഗത്തിന്റെ പൊതുധാരണ. വ്യക്തിപരമായ കടന്നാക്രമണങ്ങൾ കണക്കിലെടുക്കുന്നില്ല എന്നും ഒന്നിച്ചു നിന്നാൽ ശക്തിയോടെ തിരിച്ചുവരാൻ കഴിയുമെന്നും മുന്നണി യോഗത്തിൽ മുഖ്യമന്ത്രിയും വ്യക്തമാക്കി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഒടുവിൽ തിരഞ്ഞെടുപ്പ് തോൽവിയിൽ മൗനം വെടിഞ്ഞ് പിണറായി വിജയൻ. നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ ആദ്യ പ്രതികരണവുമായി പിണറായി വിജയൻ. ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പിലാണ് പിണറായി മൗനം വെടിഞ്ഞത്. ജനവിധിയെ ആദരപൂർവ്വം സ്വീകരിക്കുന്നു. മികച്ച വിജയം നേടിയ UDF-നെ അഭിനന്ദിക്കുന്നുവെന്ന് പിണറായി വിജയൻ ഫേസ്ബുക്കിൽ കുറിച്ചു. 11 മണിക്കൂർ നീണ്ട സംസ്ഥാന സെക്രട്ടേറിയറ്റ്. ഇന്ന് നടന്ന വിശാല LDF യോഗം. ഫലം വന്ന് നാൾ പിന്നിട്ടപ്പോൾ പിണറായി വിജയൻ മൗനം വെടിഞ്ഞു. ഫേസ്ബുക്കിലെ നീണ്ട കുറിപ്പിൽ ജനവിധിയെ ആദരവോടെ സ്വീകരിക്കുന്നുവെന്നും ശക്തമായ പ്രതിപക്ഷമായി മുന്നോട്ടു പോകുമെന്നും പിണറായി വിജയൻ പറഞ്ഞു വെച്ചു. LDF-ന് തീർത്തും അപ്രതീക്ഷിത തെരഞ്ഞെടുപ്പ് ഫലമാണ് ഉണ്ടായത്. എങ്കിലും വലിയൊരു ജനവിഭാഗം മുന്നണിക്കൊപ്പം നിന്നത് ആത്മവിശ്വാസം നൽകുന്നതാണ്. LDF-ന് ഈ ജനവിധി ഒരു അവസാനമല്ല, മറിച്ച് തുടർച്ചയായ രാഷ്ട്രീയ പ്രവർത്തനത്തിനുള്ള പുതിയ തുടക്കമാണ്. ജനങ്ങളുടെ വിശ്വാസം മെച്ചപ്പെട്ട നിലയിൽ വീണ്ടെടുക്കാനും കൂടുതൽ ശക്തമായി മുന്നോട്ടു പോകുമെന്നും പിണറായി കുറിപ്പിൽ പറയുന്നു. പ്രതിപക്ഷത്തിന്റെ നിലപാടുകൾക്കൊപ്പം മാധ്യമങ്ങളുടെ ഇടപെടലും തോൽവിക്ക് ആക്കം കൂട്ടിയെന്ന് പറഞ്ഞു വെച്ച് മാധ്യമങ്ങളെ വിമർശിച്ചു പിണറായി. കൂടുതൽ ശക്തിയോടെ തിരിച്ചു വരുമെന്ന് പറഞ്ഞ് പിണറായി വിജയൻ വിജയിച്ച UDF-നെ അഭിനന്ദനം അറിയിക്കുകയും ചെയ്തു. BJP-യുടെ 3 സീറ്റ് വിജയത്തിന്റെയും കേരളത്തിൽ മതനിരപേക്ഷതയ്ക്കേറ്റ പരാജയത്തിന്റെയും ഗൗരവം പറഞ്ഞു വെക്കുമ്പോൾ അടിമുടി തിരുത്തുണ്ടാകുമെന്ന ഉറപ്പും പിണറായി പങ്കുവച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അസാധാരണ തോൽവിയിൽ അസാധാരണ വിലയിരുത്തലുണ്ടാകുമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. സഖാക്കൾക്ക് പാർട്ടി യോഗങ്ങളിൽ തുറന്നടിച്ച് പ്രതികരിക്കാം. മുൻധാരണകളില്ലാതെ എല്ലാവരെയും കേൾക്കും. പ്രതിപക്ഷ നേതൃസ്ഥാനം സംബന്ധിച്ച് ഇതുവരെ പാർട്ടി ചർച്ച ചെയ്തിട്ടില്ല. മറ്റു വാർത്തകൾ അടിസ്ഥാനരഹിതം. CPI ഉൾപ്പെടെ എല്ലാ പാർട്ടികൾക്കും അഭിപ്രായം പറയാൻ അവകാശമുണ്ട്. കോടിയേരി ഉണ്ടായിരുന്നെങ്കിൽ കരുത്തുണ്ടാകുമെന്നതിൽ സംശയമില്ല എന്നും MA ബേബി ഡൽഹിയിൽ വ്യക്തമാക്കി. അസാധാരണമായൊരു തോൽവിയാണ് കേരളത്തിൽ പാർട്ടിക്ക് LDF-ന് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അസാധാരണമായ തരത്തിൽ പാർട്ടി ഒന്നടങ്കം ഇതിൻ്റെ കാരണങ്ങൾ എന്തെന്ന് സത്യസന്ധമായും നിർഭയമായും മുൻവിധികളൊന്നും കൂടാതെയും പരിശോധിച്ച് ആ പരിശോധനയിൽ പാർട്ടിയുടെ
സംസ്ഥാന സെക്രട്ടേറിയറ്റ്, സംസ്ഥാന കമ്മിറ്റി തുടങ്ങിയ നേതൃത്വ തലങ്ങളിൽ ചർച്ച ചെയ്തിട്ടാണ് സാധാരണ തമിഴകത്ത് ത്രില്ലർ തുടരുകയാണ്. വിജയ് മുഖ്യമന്ത്രിയാകുമോ? തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. സർക്കാർ രൂപീകരണത്തിനുള്ള അവകാശവാദവുമായി എത്തിയ TVK അധ്യക്ഷൻ വിജയോട് കടുത്ത നിലപാടുമായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. 24 മണിക്കൂറിനിടെ നടന്ന രണ്ടാമത്തെ കൂടിക്കാഴ്ചയിലും സർക്കാർ രൂപീകരിക്കാൻ ആവശ്യമായ ഭൂരിപക്ഷം TVKക്ക് ഇല്ലെന്ന് ഗവർണർ വ്യക്തമാക്കിയതോടെയാണ് അധ്യക്ഷൻ വിജയ് നീക്കങ്ങൾ ഊർജിതമാക്കിയത്. AIADMKയിലെ ഒരു വിഭാഗം MLAമാരുമായി TVK ചർച്ചകൾ നടത്തുന്നതായി തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. വിജയ്ക്ക് പിന്തുണ നൽകണമെന്ന് ആഗ്രഹിക്കുന്ന 28 AIADMK MLAമാരെ പുതുച്ചേരിയിലെ സ്വകാര്യ റിസോർട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. മുതിർന്ന നേതാവ് CV ഷൺമുഖത്തെ പിന്തുണയ്ക്കുന്നവരാണിവർ. ഷൺമുഖത്തിന് ഉപമുഖ്യമന്ത്രി പദവും പ്രധാനപ്പെട്ട മന്ത്രിസ്ഥാനങ്ങളും നൽകാമെന്ന വാഗ്ദാനം ചർച്ചകളിൽ ഉയർന്നു വന്നിട്ടുണ്ട്. എന്നാൽ വിജയിയെ പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ പാർട്ടി ജനറൽ സെക്രട്ടറി എടപ്പാടി K പളനിസ്വാമി ഉൾപ്പെടെയുള്ളവർക്ക് ഭിന്നാഭിപ്രായമുണ്ട്. ഇതിനു പുറമെ ചെറുകക്ഷികളായ CPM, CPI, VCK എന്നിവരുടെ പിന്തുണയും TVK തേടിയിട്ടുണ്ട്. നിയമസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് 118 അംഗങ്ങളുടെ പിന്തുണ വേണമെന്നിരിക്കെ വിജയ്ക്ക് നിലവിൽ 5 കോൺഗ്രസ് MLAമാരുടെ ഉൾപ്പെടെ 112 പേരുടെ പിന്തുണയാണുള്ളത്. രാഷ്ട്രീയ അനിശ്ചിതത്വം തുടരുന്ന സാഹചര്യമുണ്ടായാൽ സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയെയോ സമീപിക്കുന്നതിനെക്കുറിച്ചും വിജയ് ആലോചിക്കുന്നുണ്ട്. അതിനിടെ AIADMK സർക്കാർ രൂപീകരിക്കാൻ ശ്രമം തുടങ്ങിയതായി ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. രജനീകാന്തിനെ മുൻനിർത്തി DMKയും നീക്കങ്ങൾ സജീവമാക്കിയതായി അഭ്യൂഹമുണ്ട്. ഇന്നലെ രജനീകാന്ത് സ്റ്റാലിൻ്റെ വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിന് പിന്നാലെ ഇന്ന് മുതിർന്ന DMK നേതാവ് രജനീകാന്തിൻ്റെ വീട്ടിലെത്തി. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. നാടകീയ രംഗങ്ങൾക്കൊടുവിൽ പശ്ചിമബംഗാളിൽ മന്ത്രിസഭ പിരിച്ചുവിട്ട് ഗവർണർ RN രവി. മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്ന വാശിയിൽ മമതാ ബാനർജി തുടർന്നതോടെയാണ് ഗവർണറുടെ നടപടി. പുതിയ BJP സർക്കാർ മെയ് 9 സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. പശ്ചിമബംഗാൾ നിയമസഭ പിരിച്ചുവിട്ടുകൊണ്ട് ഗവർണർ RN രവി വിജ്ഞാപനം പുറത്തിറക്കി. തിരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം നേരിട്ടിട്ടും മമതാ ബാനർജി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ തയ്യാറാകാതെ ഇരുന്നതോടെയാണ് ഗവർണറുടെ നടപടി. പൊതുവായ അറിവിലേക്കായി എന്ന് രേഖപ്പെടുത്തിയ വിജ്ഞാപനത്തിൽ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 174 പ്രകാരം നൽകിയ അധികാരം വിനിയോഗിച്ച് പശ്ചിമബംഗാൾ നിയമസഭ ഇതിനാൽ പിരിച്ചുവിടുന്നു എന്നാണ് വ്യക്തമാക്കിയത്. തോൽവി സമ്മതിക്കില്ലെന്ന നിലപാടിൽ ഉറച്ചുകൊണ്ട് മമത രാജിവെക്കാൻ തയ്യാറാകാതെ ഇരുന്നതോടെയാണ് ഗവർണർ ഇടപെട്ട് നിയമസഭ പിരിച്ചുവിട്ടത്. BJPയുടെ നേതൃത്വത്തിൽ പുതിയ സർക്കാർ മെയ് 9 സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും. നിലവിലെ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിക്കാണ് മുഖ്യമന്ത്രി സ്ഥാനത്തിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. കൊൽക്കത്തയിൽ ചേരുന്ന നിയമസഭാ കക്ഷിയോഗത്തിൽ കേന്ദ്ര നിരീക്ഷകരായ ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ഒഡീഷ മുഖ്യമന്ത്രി തുടങ്ങിയവർ പങ്കെടുക്കും. അമൃത ന്യൂസ്, ന്യൂഡൽഹി. പശ്ചിമ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് ഫല പ്രഖ്യാപനത്തിന് പുറകെ ആരംഭിച്ച സംഘർഷം രൂക്ഷമാകുന്നു. BJP നേതാവ് സുവേന്ദു അധികാരിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ചന്ദ്രനാഥ് രഥിനെ വെടിവെച്ചു കൊന്നു. തൃണമൂൽ നേതാക്കളുടെ അറിവോടെ നടന്ന ആസൂത്രിത കൊലപാതകമാണെന്നും CBI അന്വേഷണം വേണമെന്നും BJP. അതേസമയം പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ നടക്കും. തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിറകെ ബംഗാളിൽ സംഘർഷം രൂക്ഷമാവുകയാണ്. കൊൽക്കത്തയ്ക്ക് സമീപം മധ്യഗ്രാമിൽ BJP നേതാവ് സുവേന്ദു അധികാരിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ചന്ദ്രനാഥ് രഥിനെ വെടിവെച്ചു കൊന്നു. ബൈക്കിലെത്തിയ ആക്രമികൾ കാർ തടഞ്ഞു നിർത്തിയാണ് ചന്ദ്രനാഥ് രഥിനെ വെടിവെച്ചു വീഴ്ത്തിയത്. തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ നടത്തിയ ആസൂത്രിത കൊലപാതകമാണിതെന്നും CBI അന്വേഷണം വേണമെന്നും BJPയും ചന്ദ്രനാഥ് രഥിന്റെ കുടുംബവും ആവശ്യപ്പെട്ടു. 15 വർഷത്തെ ജംഗിൾ രാജിന്റെ ഫലമാണിതെന്നും BJP സർക്കാർ ഗുണ്ടകളെ ഇല്ലാതാക്കുമെന്നും സുവേന്ദു അധികാരി പറഞ്ഞു. 2-3 दिन रेकी करके फुल्ली प्री प्लान्ड मर्डर, पुलिस ने इन्वेस्टिगेशन चालू किया, स्टेट का सीनियर पुलिस ऑफिसर है. हम लोग बहुत पेनफुल हार्ट में ये जो मर्मांतिक हादसा हुआ, इसका निंदा करने का कोई भाषा हम लोग का पास नहीं है. ബഷീർഹാട്ട് മേഖലയിൽ മറ്റൊരു BJP പ്രവർത്തകനും വെടിയേറ്റു. രോഹിത് റോയ് എന്ന യുവാവിനാണ് വെടിയേറ്റത്. തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരാണ് ആക്രമിച്ചതെന്നാണ് ആരോപണം. അതേസമയം പരാജയം നേരിട്ടെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്ന വാശിയിലാണ് മമതാ ബാനർജി. ഗവർണർ ഇടപെട്ട് നടപടി സ്വീകരിച്ചേക്കും. ബംഗാളിൽ പുതിയ സർക്കാർ മറ്റന്നാൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമെന്ന് BJP വ്യക്തമാക്കി. അമൃത ന്യൂസ്, ന്യൂഡൽഹി.
പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകിയ ഓപ്പറേഷൻ സിന്ദൂറിന് ഓർമ്മ പുതുക്കി രാജ്യം. ഓപ്പറേഷൻ സിന്ദൂർ ആത്മനിർഭർ ഭാരതിന്റെ ശക്തി തെളിയിക്കുന്നതായിരുന്നുവെന്ന് ഓപ്പറേഷന് നേതൃത്വം നൽകിയ സൈനിക മേധാവിമാർ. ഭീകരതയ്ക്കെതിരായ പോരാട്ടം ഇന്ത്യ ശക്തമായി തുടരും. സൈനിക നടപടി താങ്ങാനാവാതെ പാകിസ്ഥാൻ വെടിനിർത്തലിന് അപേക്ഷിച്ചുവെന്ന് ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഘായ് വ്യക്തമാക്കി. ഭീകരതയ്ക്ക് കനത്ത മറുപടി നൽകിയ ഓപ്പറേഷൻ സിന്ദൂറിന്റെ 1ാം വാർഷികത്തിൽ ജയ്പൂരിൽ വെച്ചാണ് ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഘായ്, എയർ മാർഷൽ അവധേഷ് കുമാർ ഭാരതി, വൈസ് അഡ്മിറൽ AN പ്രമോദ്, ലഫ്റ്റനന്റ് ജനറൽ സുബിൻ മിനിവാൾ എന്നിവർ വാർത്താസമ്മേളനം നടത്തിയത്. ഭീകരതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി തുടരുമെന്നും രാജ്യത്തിന്റെ പരമാധികാരവും ജനങ്ങളുടെ സുരക്ഷയും സംരക്ഷിക്കുന്നതിനായി ഭീകര കേന്ദ്രങ്ങൾ തകർക്കുമെന്നും സൈന്യം പ്രതിജ്ഞയെടുത്തിട്ടുണ്ടെന്നും ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഘായ് പറഞ്ഞു. ആത്മനിർഭർ ഭാരത ശക്തിയാണ് ഓപ്പറേഷൻ സിന്ദൂരിൽ കണ്ടത്. ഇന്ന് പ്രതിരോധ മേഖലയിൽ 65% ഉപകരണങ്ങളും ഇന്ത്യ ആഭ്യന്തരമായി ഉത്പാദിപ്പിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. Thus, with an absolute clarity of action, a successful joint operation was launched to destroy the terror infrastructure in POJK as well as in Pakistan itself. സൈനിക നടപടി ശക്തമായപ്പോൾ പാകിസ്ഥാൻ വെടിനിർത്തലിനു വേണ്ടി അപേക്ഷിക്കുകയായിരുന്നു. ഭീകരരെ പൂർണ്ണമായും തകർക്കാനായിരുന്നു സർക്കാർ നൽകിയ നിർദ്ദേശം. അതിനായി സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയെന്നും സൈനിക മേധാവിമാർ വ്യക്തമാക്കി. അമൃത ന്യൂസ്, ന്യൂഡൽഹി. സിന്ധു നദീജല കരാർ റദ്ദാക്കിയത് ഉറച്ച തീരുമാനമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. അതിർത്തി കടന്നുള്ള ഭീകരവാദം പാകിസ്ഥാൻ അവസാനിപ്പിച്ചാൽ മാത്രമായിരിക്കും കരാറിനെക്കുറിച്ച് പുനരാലോചിക്കുക എന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. പാകിസ്ഥാൻ ഭീകരതയെ പിന്തുണയ്ക്കുന്ന രാജ്യമാണെന്ന് ലോകത്തിന് മുമ്പിൽ തുറന്നു കാട്ടാൻ ഇന്ത്യക്ക് സാധിച്ചു. ഭീകരവാദത്തിനെതിരായ പോരാട്ടം ശക്തിപ്പെടുത്തുമെന്നും രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. So our position on Indus Waters Treaty has been consistent. IWT, as I had said earlier as well, it stands in abeyance in response to Pakistan's sponsorship of cross-border terrorism. Pakistan must credibly and irrevocably abjure its support for cross-border terrorism. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഉറച്ചു നിൽക്കുമെന്ന് ഓപ്പറേഷൻ സിന്ദൂറിന്റെ 1ാം വാർഷികത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സായുധ സേനയുടെ സമാനതകളില്ലാത്ത ധൈര്യവും ദൃഢനിശ്ചയവുമാണ് ഓപ്പറേഷൻ സിന്ദൂർ. പഹൽഗാമിൽ നിരപരാധികളെ ആക്രമിച്ചവർക്ക് ഉചിതമായ മറുപടി നൽകിയെന്നും സൈന്യത്തിന്റെ ധീരതയെ രാജ്യം മുഴുവൻ അഭിവാദ്യം ചെയ്യുന്നതായും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. നിർണായകമായ പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ സായുധ സേന എപ്പോഴും സജ്ജരാണെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും വ്യക്തമാക്കി. പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിന് ഇന്നേക്ക് 1 വർഷം. 2025 മെയ് 7 പുലർച്ചെ 1:05 കരനാവിക വ്യോമസേനയുടെ നേതൃത്വത്തിൽ പാകിസ്ഥാനിലും പാക് അധീന കശ്മീരിലുമായി 9 കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയത്. പ്രതികാരം എന്നത് ഒരു വാക്കല്ല, അതൊരു വികാരമായിരുന്നു. തിരഞ്ഞുപിടിച്ച് നമ്മുടെ 26 സഹോദരങ്ങളുടെ ജീവൻ എടുത്തതിലുള്ള പ്രതികാരം. ഏപ്രിൽ 22 പഹൽഗാമിലെ ബൈസൺ താഴ്വരയിലെ കളിച്ചിരികൾക്കിടയിലേക്ക് അപ്രതീക്ഷിതമായായിരുന്നു വെടിയൊച്ചകൾ ഉയർന്നത്. ഹിമാലയൻ താഴ്വരയുടെ ശാന്തതയെ കീറിമുറിച്ച ആ വെടിയൊച്ചകൾ നിലച്ചത് 26 നിരപരാധികളുടെ ജീവനെടുത്തുകൊണ്ടായിരുന്നു. സ്വന്തം മണ്ണിൽ വിരുന്നുകാരെ കൊലപ്പെടുത്തിയ ഭീരുത്വത്തിന് മുന്നിൽ ഇന്ത്യ അന്ന് വിറങ്ങലിച്ചു നിന്നില്ല. മറിച്ച് ആ ചോരത്തുള്ളികൾക്ക് സാക്ഷിയായി നിന്നുകൊണ്ട് പ്രതിജ്ഞയെടുത്തു, തങ്ങളുടെ സഹോദരിമാരുടെ കണ്ണുനീരിന് കൃത്യമായ പ്രഹരം നൽകുമെന്ന്. ചതിയുടെ ഏപ്രിൽ 22 പ്രതികാരമായി അതിരുകൾ ലംഘിച്ചവർക്ക് അന്തകനായി മാറിക്കൊണ്ട് നമ്മുടെ സൈനികർ മറുപടി നൽകി. ഓപ്പറേഷൻ സിന്ദൂർ. ഇതിന് വെറും സൈനിക നീക്കം മാത്രമായിരുന്നില്ല. ശത്രുവിന്റെ കോട്ടകളിൽ കയറി അവർ പോറ്റി വളർത്തുന്ന ഭീകരതയുടെ വേരറുത്ത കൃത്യമായ ആക്രമണം. അതിർത്തി കടന്നെത്തിയ ഇന്ത്യൻ കരുത്തിന് മുന്നിൽ ശത്രുപാളയങ്ങൾ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീണു. 9 കേന്ദ്രങ്ങൾ, ഓരോന്നും ചാമ്പലായി. പഹൽഗാമിലെ ആ 26 ജീവനുകൾക്ക് ഇന്ത്യ നൽകിയ നീതിയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. കര, വ്യോമ, നാവികസേനകളുടെ സമാനതകളില്ലാത്ത ഏകോപനമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിലൂടെ കണ്ടത്. ആകാശത്ത് ഇന്ത്യൻ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങൾ പാക് റഡാറുകളെ നിഷ്പ്രഭമാക്കിയപ്പോൾ അതിർത്തി കടന്ന ഇന്ത്യൻ കരസേനയുടെ സ്പെഷ്യൽ ഫോഴ്സ് ശത്രുവിന്റെ കോട്ടകൾ തകർത്തെറിഞ്ഞു.
വടക്കൻ അറബിക്കടലിൽ വിമാനവാഹിനി കപ്പലുകളുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാവികസേന നടത്തിയ കരുത്തുറ്റ വിന്യാസം പാകിസ്ഥാൻ നാവികസേനയെ അവരുടെ തുറമുഖങ്ങളിൽ തന്നെ തളച്ചിടാൻ പ്രേരിപ്പിച്ചു. 4 ദിവസങ്ങൾ നീണ്ടുനിന്ന കടുത്ത ഇന്ത്യൻ ആക്രമണങ്ങൾക്കൊടുവിൽ ലാഹോറിലെയും ഗുർജൻവാലയിലെയും റഡാർ സംവിധാനങ്ങൾ തകർന്നതോടെ മറ്റൊരു വഴിയില്ലാതെ പാകിസ്ഥാൻ വെടിനിർത്തലിന് അപേക്ഷിക്കുകയായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ വെറുമൊരു പേരല്ല, അത് ശത്രുവിന്റെ നെഞ്ചിൽ ഇന്ത്യ വരച്ച ചുവന്ന രേഖയാണ്. ഒരിക്കലും കടക്കരുതാത്ത, കടന്നാൽ തിരിച്ചുവരവില്ലാത്ത മരണത്തിന്റെ ചുവപ്പ് രേഖ. ന്യൂസ് ഡെസ്ക്, അമൃത TV. ഉത്തർപ്രദേശിൽ വൻ ഭീകരാക്രമണ പദ്ധതി തകർത്ത് സുരക്ഷാ സേന. പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ആക്രമണം നടത്താൻ പദ്ധതിയിട്ട 2 ഭീകരരെ അറസ്റ്റ് ചെയ്തു. ഭീകരർ ISIയുമായി ബന്ധപ്പെട്ട് പണവും ആയുധവും എത്തിക്കാൻ ശ്രമിച്ചതിനും തെളിവുകൾ കണ്ടെത്തി. ഉത്തർപ്രദേശിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലും പോലീസ് സ്റ്റേഷനുകളിലും ആക്രമണം നടത്താൻ പദ്ധതിയിട്ട 2 ഭീകരരെ സുരക്ഷാസേന പിടികൂടി. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ UP ഭീകരവിരുദ്ധ സ്ക്വാഡ് നടത്തിയ ഓപ്പറേഷനിലാണ് പാകിസ്ഥാൻ ചാർ സംഘടന ISIയുമായി ബന്ധമുള്ള 2 പേർ പിടിയിലായത്. ബരാബംഗ് സ്വദേശി ഡാനിയൽ അഷ്റഫ്, കുശിനഗർ ജില്ലയിൽ നിന്നുള്ള കൃഷ്ണ മിശ്ര എന്നിവരെ അറസ്റ്റ് ചെയ്തെന്നും ഇവരെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണെന്നും ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഭീകരാക്രമണത്തിനായി പണവും ആയുധവും സമാഹരിക്കാൻ ശ്രമിച്ചതിന് തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. പാകിസ്ഥാൻ ഭീകരരായ ഷഹസാദ് ഭട്ട്, ആബിദ് ജാട്ട് എന്നിവരുമായി പിടിയിലായ ഭീകരർ ആശയവിനിമയം നടത്തിയതിന്റെ വിവരങ്ങളും പോലീസിന് ലഭിച്ചു. പാകിസ്ഥാൻ ചാർ സംഘടനയ്ക്ക് വേണ്ടി ഇവർ കൂടുതൽ യുവാക്കളെ റിക്രൂട്ട് ചെയ്യാൻ ശ്രമിച്ചു. ഭീകരർ ഉപയോഗിച്ച ഫോണും ഡിജിറ്റൽ ഉപകരണങ്ങളും സമൂഹ മാധ്യമങ്ങളിലെ അക്കൗണ്ടും വിശദമായി പരിശോധിച്ചു വരികയാണ്. അമൃത ന്യൂസ്, ന്യൂഡൽഹി.